എത്ര കണ്ടാലും കേട്ടാലും മടുക്കാത്ത അത്ഭുതങ്ങളാണ് ആനയും കടലും. ഒരാന നടന്നു വരുന്നത് കാണുമ്പോൾ അത്ഭുതത്തോടെ ഒന്ന് ഓടിച്ചെന്ന് നോക്കാത്ത ആരും തന്നെയുണ്ടാവില്ല ഈ ആന കേരളത്തിൽ. എന്നാൽ വരുന്നത് തന്റെ രൂപവും സൗന്ദര്യവും കൊണ്ട് ആരുടെയും മനം മയക്കുന്ന ഒരു കൊമ്പനാണെങ്കിലോ പിന്നെ പറയുകയും വേണ്ട. പറഞ്ഞു വരുന്നത് കേവലം ഒരൊറ്റ സിനിമ കൊണ്ട് മാത്രം മലയാളക്കരയുടെ മനം കീഴടക്കിയ നമ്മുടെ തുറുപ്പുകുലാനെ കുറിച്ചാണ്. അതെ, നെല്ലിക്കാട്ട് മഹാദേവൻ. ആനക്കേരളത്തിന്റെ ഒരേ ഒരു തുറുപ്പുകുലാൻ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മുൻനിരക്കാരായ വമ്പന്മാർക്കൊപ്പം തന്നെ തന്റെ സ്ഥാനവും മികവും പതുക്കെ പതുക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു ഗജവീരൻ. അഴകുകൊണ്ടും സ്വഭാവം കൊണ്ടും തന്റെ മൂല്യം ഉത്സവ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കരിവീര ചന്തം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ ഇവൻ അറിയപ്പെട്ടിരുന്നത് പ്ലാത്തോട്ടം ബാബു എന്ന പേരിലായിരുന്നു. നിലമ്പൂർ കാടുകളുടെ കണ്ണിലുണ്ണിയായ ഇവനെ മനിശ്ശേരി രവിയാണ് ആദ്യം സ്വന്തമാക്കിയത്. പിന്നീട് പ്ലാത്തോട്ടം തറവാട്ടിലേക്ക് കൈമാറ്റം ചെയ്തു. പ്ലാത്തോട്ടം തറവാടിന്റെ പൊന്നോമനയായി തടിപ്പണിയും ചെറിയ ചെറിയ ഉത്സവ പരിപാടികളുമായി തെക്കിന്റെ മണ്ണിൽ ആർക്കും ഒരു ശല്യവുമില്ലാതെ കഴിഞ്ഞുകൂടുകയായിരുന്നു ബാബു. അതിനിടയിലാണ് ബാബു പോലും വിചാരിക്കാതെ തുറുപ്പുകുലാൻ എന്ന സിനിമയിൽ മലയാളത്തിലെ എക്കാലത്തെയും മെഗാസ്റ്റാറായ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാനുള്ള ക്ഷണം ലഭിക്കുന്നത്. സിനിമയിൽ മുഖം കാണിക്കാനുള്ള ഒരവസരമല്ലേ, അങ്ങനെയങ്ങ് വിട്ടുകളയാൻ പറ്റുമോ? ഇതിൽ കൂടുതൽ വേറൊന്നും കിട്ടാനില്ലെന്നുള്ള മട്ടിൽ അങ്ങനെ ബാബു ആനക്കാരുമായി ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി മമ്മൂക്കയോടൊപ്പം തകർത്ത് അഭിനയിക്കുകയും ചെയ്തു. അതോടെ അവന്റെ താരമൂല്യമുയർന്നു. ആനകളിലെ സൂപ്പർ സ്റ്റാറായി അവൻ മാറി. ഏകദേശം 22 വർഷക്കാലം പ്ലാത്തോട്ടത്തിൽ നിന്ന ബാബുവിനെ 2013 നെല്ലിക്കാട്ട് പരമേശ്വരൻ നമ്പൂതിരി സ്വന്തമാക്കുന്നത്. അന്നു മുതൽ ഇവൻ നെല്ലിക്കാട്ട് മഹാദേവനായി. അവൻ നടന്നു വരുന്നത് കണ്ടാൽ ആരായാലും ഒരടിയൊന്ന് പിന്നോട്ട് മാറി നിൽക്കും. ആളൊരു പാവത്താനാണെങ്കിലും അത്രയ്ക്കുണ്ട് അവന്റെ ഗാംഭീര്യം. ജീവിതചര്യകളിലൊക്കെ മഹാദേവന് പ്രത്യേക ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. നെല്ലിക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിലെ പ്രസാദം രാവിലെ 6 മണിക്ക് തന്നെ അവന് കിട്ടിയിരിക്കണം. കൃത്യമായ ഭക്ഷണം, വാരി വലിച്ചുള്ള തീറ്റയൊന്നുമില്ല. വൃത്തിയും വെടുപ്പും അവൻ്റെ നിർബന്ധമാണ്. അതുപോലെ ഉറക്കവും പ്രധാനം. തൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ കഴിഞ്ഞ് മഹാദേവന് മറ്റെന്തും പ്രാധാന്യമുള്ളൂ. എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്നേ ബാക്കിയൊക്കെ. ആ നിലപാടാണ് കക്ഷിക്ക്. സീസണിൽ 120ഓളം എഴുന്നള്ളിപ്പുകൾ എടുക്കുന്ന മഹാദേവൻ തൃശൂർ പൂരം, കൂടൽമാണിക്യം, ഏറ്റുമാനൂർ, പാർക്കാടി പൂരം, തൃപ്പൂണിത്തറ, വൈക്കം തുടങ്ങി തൃശൂർ, എറണാകുളം, കോട്ടയം ഭാഗങ്ങളിലെ ഉത്സവ പൂരങ്ങൾക്ക് നിറസാന്നിധ്യമാണ്. ഇനിയും വളരെയധികം വർഷങ്ങൾ ഉത്സവ കേരളത്തിൽ തൻ്റെ പ്രശസ്തി നിലനിർത്താനും ഉയരങ്ങൾ കീഴടക്കാനും മഹാദേവന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.